ആ അർജുൻ, നീ നമ്മൾ അങ്ങോട്ട് വരുന്ന കാര്യം നിന്റെ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ, പറഞ്ഞായിരുന്നുണ്ട് അമ്മയടുത്ത്. അതിന് ജോലി ഇപ്പൊ ഇവനക്കത്തെ അവിടെ അവൻ്റെ അമ്മ മാത്രമല്ല, ആ വട്ട് പെണ്ണോടെ ഉണ്ട്. നിനക്കൊന്ന് നിർത്തിക്കൂടിയടി. തുടങ്ങിക്കോളൂ അവളെ പേരും പറഞ്ഞോണ്ട്. ഞാൻ കേൾക്കാനും ഓർക്കാനും തോന്നാത്തൊരു പേരാ അത്. ഇനി മേലെ ആ പേര് പറഞ്ഞു പോകരുത്. എടി കൃഷ്ണ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ അഭിനയിക്കണേ. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് അവിടെ പറഞ്ഞേക്കണം, കേട്ടല്ലോ? അല്ലെങ്കിൽ അവളെ അടുത്ത് എൻ്റെ തലയിൽ വെച്ച്. എടാ മോനെ, നിനക്ക് സുഖമില്ലേടാ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്. അന്ന് പോയതാ. ഓ, വന്നോ നിന്റെ പുഞ്ഞാരം മോൻ? എത്ര നാളായുടെ അവിടെ നിന്നൊക്കെ പോയിട്ട്. കണ്ടിടത്തൊക്കെ മൊത്തം പോയി ഊര് കണ്ടിട്ട് വന്നൊക്കെ ചേരൊക്കെ നാണല്ലല്ലോടാ നിനക്ക്. ഇതേതള്ള നിങ്ങളെ മോളെ കെട്ടാത്തതിൻ്റെ സൂഖിയോടൊന്നും എൻ്റെ അടുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനേ കണ്ടിടത്തോടൊന്ന് കറങ്ങാനല്ല പോയത്, പഠിക്കാൻ. പിന്നെ ഇനി നിങ്ങളെ മോളയല്ല വേറെ ആരെ മോളായാലും ശരി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് ഇവളായിട്ട്. ഓ, ഇതാരപ്പ വന്നത്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരൊക്കെ തിരിച്ചു കയറി വരാറൊക്കെ ആയോ? എത്ര നാളായിട ഇയാളെയൊക്കെ കണ്ടിട്ട്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നാ? അതിനിത് നിന്റെ തന്ത മാത്രം ഉണ്ടാക്കിയ വീടൊന്നും അല്ലല്ലോ, ഇതെൻ്റെയും കൂടെ വീട്. നീയും തുടങ്ങിയോ എന്നെ ഉപദേശിക്കാൻ? നിന്റെ പെങ്ങളെ വേണ്ടാത്തത് ഞാനല്ലോ ഇപ്പൊ നീ ഈ ദേഷ്യം കാണിക്കുന്നത്. നിന്റെ പെങ്ങളെ ഇനി ഒരിക്കലും ഞാൻ കെട്ടാൻ പോകുന്നില്ലടാ. എനിക്ക് അവളുടെ വെറും വെറുപ്പ് മാത്രം. പറയുന്ന നിനക്ക് ഭയങ്കര യോഗ്യതയാണല്ലോ. എൻ്റെ പെങ്ങൾക്ക് ഇനി നിന്നെ വേണ്ട. അവളുടെ മനസ്സിൽ നിന്ന് അറിയാതെ ബുദ്ധിമോശത്തിന് തുടങ്ങി ഒരു പ്രേമമായിരുന്നു. അവൾ അതന്നേ കളഞ്ഞു, കേട്ടോ? എന്താ ഇവൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾ ചെയ്യുന്നോ? ഇങ്ങോട്ടൊന്നും കണ്ടില്ലേ? അത് അവൾ ഇവൻ പോയായിരുന്നു വിഷമത്തിൽ മരിച്ചു പോയോ? അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവളെ ഇപ്പോൾ ഇവിടെ അല്ല, അവളിപ്പോൾ സേലത്തിൽ, തമിഴ്നാട് സേലം പഠിക്കാൻ പോയേക്കോ. നിനക്ക് മാത്രമല്ല മോന് പഠിപ്പ്, അവൾക്കും ഉണ്ട്. അവളെ ഇപ്പം നേഴ്സിംഗ് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ലീവിന് വരും, ഇപ്പം വരും, കാണാം നമുക്ക്. എന്തായാലും നിങ്ങളെല്ലാവരും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണം കാണത്തില്ല. മീനു മോളെ, ഇവരൊക്കെ റൂം കാണിച്ചു വിടാം കേട്ടോ. ആ അമ്മായി, ഞാൻ കാണിച്ചു കൊടുത്തോളാം റൂം. അമ്മ, ഞാനൊന്ന് പോയിട്ട് വരാട്ടോ വെളിയിലോട്ട്. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാവേ. ഓ, നിനക്ക് നമ്മളല്ലാതെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? നമ്മളിപ്പോഴാണ് അറിയുന്ന നിനക്ക് ഇവിടെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന്. ആ, ഉണ്ടല്ലോ. നിന്നെയൊക്കെ പോലെ പണം നോക്കി സ്നേഹിക്കുന്ന പോലെ അല്ല, കേട്ടോ? അവരെ നല്ല ട്രൂ ഫ്രണ്ട്സാണ്. ഞാൻ അവരെ കാണാൻ പോവുക. എന്നാൽ തമ്പ്രാൻ അങ്ങോട്ട് ചെന്നാട്ടെ. നമ്മളൊക്കെ പണം നോക്കി തന്നെ ഇപ്പോഴും ഫ്രണ്ട്സിനെയൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് യോഗ്യതയില്ലെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ അമ്മ, പിന്നെ ഞാൻ ഫ്രണ്ട്സിനെ കാണാനല്ല, കുഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ കൊണ്ട് പിക്ക് ചെയ്യാനാണ് പോകുന്നത്, കേട്ടോ? അപ്പോൾ ലേറ്റ് ആവും കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ പോയി കിടന്നോ, അല്ലെങ്കിൽ ഞാൻ അവളായിട്ട് വേറെ കടയിൽ നിന്നെല്ലാം മേടിച്ച് തിന്നോളാം. അമ്മ, ഞാൻ പോകുന്നില്ല കേട്ടോ. ദാ അവൾ ഇങ്ങോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനെ കാണാൻ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പൊയ്ക്കോളാം. അവൾ എത്തിയിട്ടുണ്ട്. വേറെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു ഡിയർ? മോൾക്ക് സുഖമാണോ അടി? അവൻ വരുമായിരുന്നല്ലോ വിളിക്കാൻ, പിന്നെ മോളെന്തിനാ ഇങ്ങ് വന്നേ? എന്തായാലും മോളെ ഫ്രഷ് ആയിട്ട് ഡി കോപ്പേ, പിന്നെ എന്തിനാടി നീ എൻ്റെ അടുത്ത് വിളിക്കാൻ വരാൻ പറഞ്ഞത്? ഓ, വന്നോ? ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്ന വരെ ഞാൻ
ഏട്ടൻ്റെ വിളിക്കാൻ വരാൻ പറഞ്ഞു. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പൊട്ടൻ പറയുക, നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും വരുന്നുണ്ട് നാട്ടിലോട്ട്, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ എന്തിനാ ഏട്ടനെ വിളിക്കുന്നത്? അവൻ്റെ കാറിലങ്ങ് വരാൻ ഉദ്ദേശിച്ചു. അതാ പിന്നെ ഏട്ടനെ വിളിച്ച് പറയാനും മറന്നു. പിന്നെ കുഞ്ഞു, താങ്ക്സ് കേട്ടോ, അവൻ്റെ ജീവിതത്തിന് നീ ഒന്ന് ഒഴിഞ്ഞേനെ. ഇപ്പോൾ എനിക്കവനെ കിട്ടി, നിങ്ങളെ എൻഗേജ്മെൻറ്റ്. ഓ താങ്ക്സ് ഒന്നും വേണ്ടതേ, നമുക്ക് ട്രീറ്റ് മതിയെന്നേ. ഓ എന്തായാലും ഞാൻ കാണാം, ആരെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ടല്ലോ, അത്രയും മതി. ഞങ്ങളിവിടെ 10-15 ദിവസമേ കാണത്തുള്ളൂ. പോകുമ്പം നീ വരണം കേട്ടോ. അവിടെ വെച്ച് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളാക്കിയേക്കുന്നത്. നിന്നെ കൊണ്ട് ഞാൻ പോത്തോളൂ. ആ ഓക്കെ, ശരി ചേച്ചി, ഞാൻ വന്നേക്കാം. ഇപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കല്ലേ. ഫുഡ് കഴിച്ചിട്ട് നമുക്കൊന്നിരുന്ന് സംസാരിക്കാം. എന്താ പറയുന്നു? എടി, നിനക്ക് കിട്ടുന്ന വേണ്ടേ? നിനക്കിങ്ങനെ തിന്നുകൊണ്ടൊക്കെ ഇരുന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കടി. അല്ല, ഇനി മനസ്സിലാരെങ്കിലും ഉണ്ടോ? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? ജിത്തു ചേട്ടനോ?